നമസ്കാരം, തട്ടിക്കൂട്ട് കുക്കറിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചിക്കൻ കറിയുടെ രുചിയിൽ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിനെന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. 150 ഗ്രാം കടല 10 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി. കുതിർത്തിയ കടലയുടെ അതേ അളവിൽ വെള്ളം, 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ എന്നിവ എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് കുതിർത്തിയ കടല ഇട്ട് കൊടുക്കാം. കുതിർത്ത കടലയുടെ അതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ആവി വന്നതിന് ശേഷം വെയിറ്റ് വെക്കാം. കടല വേകുമ്പോഴേക്കും നമുക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാം. സവാള ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. പച്ചമുളക് 2ആയിട്ട് പിളർന്നു വെക്കാം. ഇനി ഇഞ്ചി അരിഞ്ഞെടുക്കാം. ഇനി വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. ഒരു പാൻ എടുത്ത് ചൂടാക്കാം. കുക്കറിൽ നിന്ന് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. മൂന്ന് വിസിലായിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാം. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം.
കടല ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓഫ് ചെയ്യാം. ഞാനിവിടെ 10 മണിക്കൂർ കുതിർത്തിയ കടലയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. കടല കുതിർത്ത് വയ്ക്കുമ്പോൾ മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ 10 മണിക്കൂറെങ്കിലും കുതിർത്ത കടല വേണം കറി വയ്ക്കാൻ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. പുട്ടിൻ്റെ കൂടെയോ ഇഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ് കടല. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. സവാളയെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല മൂത്ത മണം വരുന്നത് വരെ ഇളക്കണം. അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. കടലക്കറിക്ക് ചേർക്കേണ്ട സാധനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തക്കാളി അരിഞ്ഞത് ചേർക്കേണ്ട കാര്യം പറയാൻ വിട്ടുപോയി. കടലക്കറിക്ക് ഒരു കൊഴുപ്പും ടേസ്റ്റും കിട്ടണമെങ്കിൽ തക്കാളി ചേർക്കേണ്ടതാണ്. തക്കാളി നന്നായിട്ട് അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഏറ്റവും അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ മുളക് പൊടിയുടെ അളവ് കൂട്ടാം. എരിവ് കുറവ് വേണമെന്നുള്ളവർ അളവ് കുറയ്ക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെൽ ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന റെസിപ്പീസൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തുകയുള്ളൂ. മുളക് പൊടിയും ഉപ്പും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കാൻ. മസാല കൂട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കുക്കറിൽ നിന്നുള്ള ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് വെന്ത കടല മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. ഗ്രേവി ഒന്ന് കുറുകി മസാലയെല്ലാം കടലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പൊന്നെടുത്ത് കറിയിൽ വെള്ളമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇവിടെ ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. കറി ഒത്തിരി അങ്ങ് കട്ടിയാവരുത്, എന്നാൽ ഒത്തിരി നീണ്ടുപോവുകയും ചെയ്യരുത്. കറി വെന്ത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കുകയാണെങ്കിൽ കറിയിലെ മസാലയുടെ ടേസ്റ്റ് എല്ലാം ബാലൻസായി കിട്ടും. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റിന് കുറവൊന്നും വരില്ല. 5 മിനിറ്റായി. മസാലയെല്ലാം കടലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇതാണ് ഈ കറിയുടെ പാകം. ചിക്കൻ കറിയുടെ അതേ രുചിയാണ് ഈ കടലക്കറിക്കും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.